welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. Who spends more money challenge. അതായത് പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ ലേലം വിളി ചാലഞ്ച് ഗയ്സ്. അതെ ഗയ്സ്, ഇന്ന് നമ്മുടെ മുന്നിൽ വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ലേലം വിളിച്ചിട്ട് വേണം അവരവർക്ക് സ്വന്തമാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതാണെങ്കിൽ ഓരോരുത്തർ ഈ രണ്ട് സാധനങ്ങൾ വീതം അങ്ങോട്ട് വെക്കുക ചെയ്യാം. അതെ, അത് ലേലം വിളിച്ചെടുത്തോളൂ. അതായത് ഇന്റെ അടുത്ത് രണ്ട് സാധനം ഉണ്ടാവും. ഇന്റെ അടുത്ത് രണ്ട് സാധനങ്ങൾ ഓക്കെ, അപ്പൊ ഇന്റെ അടുത്തുള്ള രണ്ട് സാധനങ്ങള് ഞാൻ ഇവർക്ക് സെല് ചെയ്യണം. അതാണ് അപ്പൊ നമ്മുടെ ലേലം വിളി ഗെയിം വരുന്നത്. ഇവരെ കൊണ്ട് ഇനി ഞാൻ പറഞ്ഞു കൊടുക്കാം. ഈ വെക്കുന്ന സാധനങ്ങളിൽ എന്താന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ ശ്രീ ഇപ്പൊ ഒരു കോഴിമുട്ട വെച്ചു എന്ന് വിചാരിക്കാം. ആ സാധനം ഓള് പറയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആർക്ക് വേണമെങ്കിലും ലേലം വിളിച്ചെടുക്കാന്ന്. ചിലപ്പോ കോഴിമുട്ട 6 രൂപയുടെ കോഴിമുട്ട, ചിലപ്പോ 100 രൂപയ്ക്ക് ലേലം വിളിച്ചെടുത്തിട്ടുണ്ടാവും. ഷാബേദോട് ചിലപ്പോ 500 രൂപയ്ക്ക് ചിലപ്പോ വിളിച്ചെടുത്തിട്ടുണ്ടാവും. ഇവർ 1000 രൂപയ്ക്ക് ലേലം വിളിക്കുമ്പോ എനിക്ക് വാശി എറിഞ്ഞ 1500 കോഴിമുട്ടയ്ക്ക് വേണ്ടി ചെലവാക്കിന്ന് വരും. പണ്ട് ഒരു ബ്രഷിന് ലേലം വിളിച്ചു ചരിത്രമുള്ള ആൾക്കാരാണ് ഗൈസ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ നല്ല ഫണ്ണാണ് കാര്യം. ഇങ്ങനെ എന്താ പറയുക, നമുക്ക് അറിയാത്തൊരു സാധനം എന്തായിരിക്കും നമ്മളിങ്ങനെ ഗസ് ചെയ്തിട്ടൊക്കെ നല്ലതോ ചീത്തോ എന്നൊക്കെയുള്ള സാധനങ്ങൾ ഗസ് ചെയ്ത് നമ്മൾ ലേലം വിളിച്ചെടുക്കാറും ഒരു ത്രില്ലുള്ള ഭാഗ്യം പോലെ ഇരിക്കും ചാലഞ്ച്. അപ്പൊ നമ്മൾ കൊണ്ടുവെക്കുന്ന സാധനങ്ങൾ ഈ ഒരു ബോക്സിന്റെ ഉള്ളിലായിരിക്കും കൊണ്ടുവെക്കാം. അതായത് നിങ്ങൾക്ക് കാണും, ഞങ്ങൾക്ക് കാണൂല. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ ലേലം വിളി ചാലഞ്ച് വരാൻ പോകുന്നത്. ടോട്ടൽ നമുക്ക് ലേലം വിളിച്ചെടുക്കാനുള്ള മണി എന്ന് പറയുന്നത് 2500 രൂപയാണ് കേട്ടോ. നോക്കിയും കണ്ട് ചെലവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോക്കറ്റിൽ നിന്ന് 2500 പോവാൻ ചാൻസ് ഉണ്ട്. അതെ, ചിലപ്പോ ഈ പറഞ്ഞ പോലെ കോഴിമുട്ടയൊക്കെ 2500 കൊടുത്ത് വാങ്ങേണ്ടി വന്നാലോ. അതിനോട് വളരെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ചാലഞ്ച് ആണ് ഗൈസ് ഇത്. 2500 ചെലവാക്കുക മാത്രമല്ല നിങ്ങൾക്ക് ഇങ്ങോട്ടും കിട്ടും. കാരണം നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ സെല് ചെയ്യാണല്ലോ. പൈസ ഇങ്ങോട്ട് കൂട്ടി വെക്കാനുള്ള അതിനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. അത് ശരിയാണ്. ബിസിനസ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിരിക്കും ഗൈസ്. ഫസ്റ്റ് റൗണ്ടിലേക്ക് കടന്നാലോ? ആരാണ് ഷാമി? ഷാമിയാണ്. ഓ ഷാമി, കണ്ണടച്ചോ. ഞങ്ങക്ക് ലേലം വിളിക്കുന്ന സാധനങ്ങളുടെ നമ്മൾ എമൗണ്ട് എഴുതാനുള്ള സ്ലേറ്റ് ആ ഗൈസ്. വെറൈറ്റി സാധനം ഇതാണ്ടോ. ഇത് ഈ സ്ലേറ്റിൽ നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കാണിച്ചു കൊടുക്കണ്ടായിരുന്നു. എഴുതി ഇവിടെ ഇങ്ങനെ ഡിലീറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാല് അത് പോയി. ശാസ്ത്രത്തിന്റെ വളർച്ച. ഞാൻ ഇവിടെ കണ്ണടച്ചിരിക്കായിരുന്നു ഇത്രയും നേരം. കണ്ണടച്ചിരിക്കാൻ പറഞ്ഞിട്ട് ഞാനും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇത് നമുക്ക് ഇതിലൊരു പെണ്ണ് എന്നുണ്ട് ഗൈസ്, ഇങ്ങനെ എഴുതാം. പിന്നെ അത് അത്ര അത്യാവശ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം കൈകൊണ്ട് ഇങ്ങനെ എഴുതാട്ടോ. അതായത് അപ്ഡേറ്റഡ് സ്ലേറ്റ് ആണ്. അതെ, ഞങ്ങൾ സ്ലേറ്റ് എന്നൊക്കെ തെന്നി മാറി ഇതിലോട്ട് മാറി. അതെ, കുറച്ച് അപ്ഡേറ്റഡ് ആവുന്ന ഞാൻ സാധനം കൊണ്ട് വെക്കാൻ വേണ്ടി പോവാണ്. ഞാൻ വെച്ച ഐറ്റത്തിന് നിങ്ങൾ എത്ര രൂപ തരും? എത്ര വേണം? എത്ര തന്നാലും മതിയാവാത്തൊരു സാധനമാണ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചത്. അത്രയും കോൺഫിഡൻസിലാ ഞാൻ നിൽക്കുന്നത്. ഞാൻ തുടങ്ങാം. മനസ്സിലായല്ലോ? എന്നാ ഞാൻ തുടങ്ങാം. ഒരു 10 രൂപയാ. 10 രൂപ അങ്ങോട്ട് തുടങ്ങ്. 10 ഞാൻ അങ്ങോട്ട് തുടങ്ങി. 10 രൂപ ഇവിടെ. 15 ഇവിടെ. 30. ഞാൻ 35 ഇതിനെ വെട്ടിക്കാൻ പറ്റുമോ? അതിന് 35-ന് ഷാമിന്റെ സംഭവമായി കുറച്ചും കൂടെ ഒക്കെ കൊടുക്കാം. ഒരു 50 രൂപ. 2500 രൂപ ഉണ്ട്. അതിലൊരു 50 രൂപയ്ക്ക് സാധനം വാങ്ങി കുഴപ്പമൊന്നുമില്ല. വിട്ടെടുക്കാൻ പാടുണ്ടോ പാടില്ല എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ തന്നെ അവിടെ ഇരിക്കുന്നത്. ഇതൊരു കെണിയാണോ എന്ന് എനിക്കൊരു സംശയമില്ലേ? ഇവിടെ ഉണ്ട്. ഞാൻ എപ്പോഴും കെണി വെക്കാറുണ്ട്. ഓക്കെ, എന്നപ്പോ ഓളങ്ങനെ എന്താ പറയാ അപേക്ഷിച്ചത് വെച്ച് ഒരു 60 രൂപ. 60 രൂപ. എന്നാ പിന്നെ ഒരു 100 രൂപ. 2 അക്കത്തുനിന്ന് 3 അക്കത്തിലേക്ക് ഞാനൊരു ഹൈക്ക് കൊടുത്തിട്ടുണ്ട്. 110 രൂപ. 110 രൂപ. 110 രൂപ അല്ലേ? അപ്പൊ 110 രൂപ പോയി കഴിഞ്ഞാൽ എന്റെ അടുത്ത് നല്ല വർത്തായിട്ടുള്ള സാധനമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ആത്മാർത്ഥത ഉണ്ട്. മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ചോദിക്കാം. പൊതുവെ എനിക്കിത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാറില്ല. 120 രൂപ. പോയാ? അല്ല, 120 രൂപ. 120 രൂപ ഗൈസ്.
ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നേ ഞാൻ പറയൂ. ആലോചിക്കേണ്ട ആവശ്യമില്ല. എന്നാ 120 രൂപയ്ക്ക് അത് 5 എടുത്തോട്ടെ. ഉറപ്പായിട്ടു എനിക്ക് എന്റെ ആക്ടിങ്ങിൽ നല്ല ഡൗട്ട് വരുന്നുണ്ട്. അതിനോട്ടാണ് ഓക്കെ അതെനിക്ക് തന്നെ 120 രൂപ ഒരു തരം ഞാൻ വിളിക്കാം. ഞാൻ പറയുന്നു വിളിച്ചോ. ഇനി മാറ്റി പറയാനൊന്നും പറ്റൊന്നുമില്ല. ഇനി മാറ്റി പറയാൻ പറ്റില്ല. സ്ഥലം ഓൾ എടുത്തോട്ടെ എന്ന് പറഞ്ഞതാ. കിട്ടിയതോ? ആ കിട്ടിയത്. അപ്പം 120 രൂപ. എന്താണ് രണ്ടുപേരോ ഇനി എന്താ സാധനം പറയൂ. എന്താ സാധനം കാണിച്ചാ? സാധനം എന്താണെന്ന് വെച്ചാൽ 500 രൂപന്റെ ഹോർലിക്സ്. 500 രൂപയുടെ ഹോർലിക്സ് ഗൈസ് വെറും 120 രൂപ കൊടുത്ത് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇത്രയും വലിയൊരു സാധനമാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എത്ര ഞാനുണ്ട്? ഇത് എത്ര? 1 കിലോന്റെ? ഇത് എത്ര കിലോന്റെ എനിക്കറിയില്ല. 1 കിലോന്റെ സാധനം. 1 കിലോ കേട്ടോ ഗൈസ് 499 രൂപയാണ്. ആ 499 രൂപയുടെ സാധനം ഞാൻ വെറും 120 രൂപ കൊടുത്ത്. നമ്മളെ പറഞ്ഞതല്ലേ കൂട്ടി എഴുതി എത്ര പൈസ വന്നാലും ഭർത്താവില്ലാന്ന് ഞാൻ പറഞ്ഞു. മുതലാളി എടുത്തോളൂ. 120 ബാക്കി തരണം. എന്താ ഓ ഇതുവരെ ഇങ്ങനത്തെ ഒരു ചാലഞ്ച് എനിക്ക് ഇത്രയും ലക്ക് കിട്ടിയിട്ടുണ്ട് തോന്നില്ല. മിസ്സായിപ്പോ ഞാൻ അങ്ങനെ കൂട്ടണം വിചാരിച്ചു. പക്ഷെ എനിക്ക് ഇവളിങ്ങനെ ഇതാക്കുന്ന കണ്ടപ്പോ എനിക്ക് തോന്നിയില്ല. ഓരോരോ ഗിഫ്റ്റ് ചാലഞ്ചിന് ഞാൻ പൊട്ടി പൈസ ഇരിക്കാറാണ്. വെറുതെ ഇരുന്ന് ഡ്രാമാറ്റിക് ആയിട്ട് കളിക്കാന്ന് വിചാരിച്ചു അല്ലേ? പിന്നെ എനിക്ക് എന്റെ എന്തോ ഒരു ആത്മാർത്ഥത തോന്നിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തി. പിന്നെ അവളെ നിർത്തിയോണ്ടായി. എന്താ ചെയ്യുക? ഇത്ര പെട്ടെന്ന് ഈ ചാലഞ്ച് ഈ ഒരു രീതിയിൽ കിട്ടി ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. കാര്യം ഒരു 500 എത്തി നിക്കണല്ലേ. അതെന്താ സംബന്ധിച്ച പെട്ടെന്ന് ഒരു എക്ലെയർ ഒക്കെ ഒരു 100-500 രൂപയ്ക്കൊക്കെ വാങ്ങുന്നൊക്കെ എന്റെ മനസ്സിൽ വന്നുപോയി. അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടും കൂടി ഇല്ല. സാരല്ല അത്രയും ഓളെ തെറ്റിദ്ധരിക്കരുതായിരുന്നു. ജീപേ ചെയ്താൽ മതി. ലാസ്റ്റ് ഒന്നും മതി, കുഴപ്പമില്ല. എന്തായാലും ഇനി സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അല്ല വേണ്ട, നമ്മൾ തമ്മിൽ ഇങ്ങനെ കണക്കിന്റെ ഒരു ഇത് വെക്കണ്ട. വേണ്ട തന്നോട്ടെ. പിന്നെ അത് ഓർക്കൊരു ബുദ്ധിമുട്ടാണ്. ഓൾറെഡി 500 രൂപ പോയി. ഞാൻ 30 മിനിറ്റ് ആ ഭാഗം മറന്നുള്ളത്. എനിക്ക് നഷ്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഈ 500 രൂപയുടെ സാധനം കൊണ്ടത് ഒരു 1500 പോട്ടെ. ഞാനൊരു 800 അല്ലെ ഒരു 10-200 രൂപയെങ്കിലും ലാഭം കിട്ടുമെന്ന് വിചാരിച്ചു. ഇത് നഷ്ടം, തുടക്കത്തിലേ നഷ്ടം. 20 രൂപ 30 രൂപ. അതാ സൗണ്ട് ഇല്ലേ? അത് ഇത് കണക്റ്റഡ് ആയതുകൊണ്ട് സൗണ്ട് കേൾക്കില്ല. എന്തായാലും വന്ന് പൈസ വന്നു. 30 രൂപ ഞാൻ അയച്ചിട്ടുണ്ട്. അങ്ങനെ എന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ലേലം വിളി. ആദ്യത്തെ ഇവിടുന്ന് തന്നെയായിരുന്നു. രണ്ടാമത്തെ ലേലം വിളിയിൽ ഞാൻ 500 രൂപന്റെ ഹോർലിക്സ് 120 രൂപയ്ക്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അടുത്ത ഞാൻ. അടുത്ത ശ്രീ. അടുത്ത ഞാൻ. അപ്പൊ കണ്ണടച്ചോ. റെഡി? ആ കണ്ണു തുറന്നോ. എന്തൊക്കെ പാത്രങ്ങൾ തട്ടുകൂട്ടി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞങ്ങള് അത് വിശ്വസിക്കുന്നാണ് ചിലരുടെയൊക്കെ വിചാരം. വെട്ടിക്കുന്നത് അങ്ങനെ തട്ടിട്ടൊക്കെ പോയി. ഞാൻ കേട്ടിട്ടും കൂടിയില്ല. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ഇവിടെ വെച്ച ഐറ്റത്തിന് നിങ്ങൾ എത്ര രൂപ തരും? ഓക്കെ, വെച്ച ഐറ്റത്തിന് ഞാൻ ചെറുതൊന്നും തുടങ്ങുന്നില്ല ഗൈസ്. 20 രൂപയിലേ ഞാൻ അങ്ങോട്ട് തുടങ്ങി. ഞാനൊരു 20 രൂപ. 100 രൂപ. 100 രൂപ. 100 രൂപ. ഓ വാശിയേറിയ പോരാട്ടമാണ് ഗൈസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 100 രൂപയാണ് അഞ്ചി പറഞ്ഞിരിക്കുന്നത്. 120 രൂപ. രണ്ടുപേരും വിട്ടു കൊടുക്കുന്ന ഒരു ലക്ഷണം കാണാനില്ല ഗൈസ്. 125 രൂപ. 125. ആ ഷാമി മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. 125. 125 എഴുതാൻ പറ്റൂലല്ലോ. ഇല്ല പറ്റൂല. 130 രൂപ. ഷാമി 130 രൂപയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 135 രൂപ. 135 രൂപ. ഒരു തരം വേണോ? അടുത്ത വേണോ? 135 രൂപയാണ് അഞ്ചി പറഞ്ഞിരിക്കുന്നത്. ഷാമി തീരുമാനിച്ചോ? എന്റെ മുഖത്തേക്ക് നോക്കി ഒരു കാര്യമല്ല, ഒന്നും മനസ്സിലാവൂല. 140 രൂപ. 140 രൂപയാണ് ഷാമി ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഈ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല സാധനമാണ് എന്നാണ്. കൈകൾ അപ്പൊ തൽക്കാലം പിടിച്ചോ. ഞാൻ എഴുതണോ വേണ്ട തീരുമാനിക്കട്ടെ. അല്ല അത് പിടിച്ചോ. ഓക്കെ 140 രൂപയല്ലേ ലാസ്റ്റ് പറഞ്ഞത്? 140 രൂപ ഷാമി ലാസ്റ്റ് പറഞ്ഞ് നിർത്തിക്കോ കേട്ടോ.
140 പറഞ്ഞ് നിർത്തി. 140 നമ്മൾ തുടങ്ങാൻ നമ്മള് ചില്ലറ വെച്ചിട്ടുള്ള പരിപാടി ഇല്ല അവിടെ. അന്ന് ഈ അടുത്ത എഴുതിക്കോ വേണ്ടേ എഴുതുന്നില്ലേ? ചെയ്തിട്ടേ ചെയ്താവും. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പറ്റില്ല. അത്ര പെട്ടെന്ന് അത് അങ്ങോട്ട് തീരുമാനാക്കിട്ട് കൊടുക്കാൻ പറ്റൂല. അതെ, എന്താ കിട്ടുന്നത് മൊത്തക്ക് നോക്കി അതാ സംഭവം. 150 രൂപ. 150 രൂപ ഒരു തരം. 150 രൂപ 155 രൂപ. കുറച്ചൊക്കെ ഒന്നും അങ്ങോട്ട് വിടും. പറഞ്ഞതേ പാലിക്കുള്ളൂ, ഒരു 5 രൂപ അപ്പുറത്തേക്കേ പാലിക്കുള്ളൂ. 155. 155. ഒന്നും മനസ്സിലായിട്ടില്ല. ഭയങ്കര കോൺഫിഡൻസോടെ 155 രൂപയ്ക്ക് ഈ എടുത്തോ. ഉറപ്പിച്ചോ? ഞാൻ പറയുമ്പോ ഷാമി ടക് ടക് പണ്ടാരം 5 എന്തെങ്കിലും എഴുതിയിരുന്നെങ്കിൽ. ഞാൻ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് വന്നതാണ്. അതെ, ഞാനും വലിയ കച്ചവടങ്ങളിലോട്ട് കടക്കാൻ ഉദ്ദേശിക്കുന്നു. 155 വലിയ കച്ചവട 160. 160 രൂപ അല്ലേ? അതെ, അത്രയും പൈസ അവിടെ 2500 റുപ്യ കയ്യിലുണ്ട്. അതാലോചിക്കണം. 2500 കയ്യിലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഒരു അതെ, ശരിയാവുന്നില്ല. എനിക്ക് തോന്നുന്നു ക്വിറ്റ് ചെയ്യാവുന്നു. ഇത് ഞാൻ എഴുതാൻ വേണ്ടി കാത്തുന്നതായിരുന്നു ഗൈസ്. ആ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ഞാൻ വലിയ കളികളാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. കുഴപ്പമില്ല ഗൈസ്, ഒരു സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മള് അവസാനം റിഗ്രറ്റ് ചെയ്യരുത്. റിസ്കുകൾ ഏറ്റെടുക്കണം. ഇനി ചോദിക്കരുത് ക്വിറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് ഇപ്പൊ ലാസ്റ്റ് ഫൈനൽ വേർഡിക്റ്റ് ഞാൻ ക്വിറ്റ് ചെയ്തിരിക്കുന്നു. കാര്യായിട്ട്. ഓക്കെ, അപ്പൊ 165 രൂപയ്ക്ക് ഒരു തരം, 2 തരം, 3 തരം, 165 രൂപയ്ക്ക്. അപ്പൊ 5 കിലോയില് ഉറപ്പിച്ചിരിക്കുന്നു. എന്റെ കുന്നാണോ? എനിക്ക് പേടിയാവുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ട് ഗൈസ് എന്തോ ഒരു വള്ളിയാ വരാൻ പോകുന്നത്. 160 ഞാൻ എയർപോർട്ടിൽ നിന്ന് ബസ് വാങ്ങിയത്. വെറും 15-20 രൂപന്റെ പഫ്സ് വാങ്ങി തിന്നുന്ന 165. ആയിക്കോട്ടെ, പക്ഷെ ഷാമി റിസ്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം. ഞാൻ ചെയ്തില്ല. ഞാനിവിടെ എഴുതാവള് കാത്തിരിക്കാൻ അടുത്ത 5 ചെയ്ത് ഞാൻ ക്വിറ്റ് ചെയ്യുന്നോളൂ മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരുന്നു. എടി അല്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവേണ്ടിയത്. റിസ്കുകൾ ഏറ്റെടുക്കാൻ താല്പര്യം ഇല്ലാത്തോണ്ടല്ല, പേടി. വന്നു. ശ്രീ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഉറപ്പിക്കാന്നുള്ള രീതിയിൽ ഒരു തരം പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ച ചെറിയ പൈസക്ക് ശ്രീ എന്നാ ഉറപ്പിക്കാന്ന് ഒരു തരം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് പൈസ ഉള്ള സാധനം ആവാൻ ചാൻസ് ഇല്ലാതെ. എന്റെ അടുത്താണ് ആകെ പൈസ പോയത്. ചെലവായില്ല. ഞാന് ഒരു 15 രൂപയുടെ ബസ് 165 രൂപയ്ക്ക്. അങ്ങനെയൊന്നും പൈസ ചെലവാക്കാൻ. അല്ല, ഞാൻ എയർപോർട്ടിലാന്ന് വിചാരിച്ചോളാം. എയർപോർട്ടിൽ നിന്ന് ബസ് വാങ്ങിയ ഉണ്ട്, അത് ഈ രൂപയ്ക്കൊക്കെ തന്നെ കിട്ടുള്ളൂ. ഗൈസ്, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. 15 രൂപേന്റെ ബസ് 165 രൂപ കൊടുത്ത് വാങ്ങിയിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ 165 നിന്നല്ലോ. അത് ഞാൻ പ്രതീക്ഷിച്ചല്ലേ. ഞാൻ നന്ദിയുണ്ട് 165 നിർത്തിയതിന്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കയറി പോയത്. അതെ, പഫ്സ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഞാനില്ലേ 15 രൂപേന്റെ അതേ ടേസ്റ്റ്. ഞാനൊരു ബ്രഷ് വാങ്ങിയതിന്റെ പേരിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി. അതാണ് ഞാൻ നോക്കി കണ്ടിട്ട് ഞാൻ ചെലവാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എന്റെ അടുത്ത് നിന്നാണ് ഇപ്പൊ പൈസ പോയത്. അല്ല, പൈസ ഉണ്ടായിരുന്നോ? 165 രൂപ. 165 രൂപ അല്ലേ? തരാം. അല്ല, കഴിച്ചു കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ പൈസ ലാഭം ഉണ്ടാക്കിയില്ലേ ഫസ്റ്റ് റൗണ്ടിൽ? അതെ, ചെറുതായിട്ട്. ഇനിയിപ്പോ ഞാൻ ബാക്കി അങ്ങോട്ട് തരണം. ബാക്കി തരണം. ജിപേ ചെയ്താൽ മതിയോ? മതി. ഗൈസ്, അങ്ങനെ എനിക്ക് വെക്കാൻ ഇവർക്ക് കൊടുക്കാൻ ആഗ്രഹമുള്ള ഐറ്റം ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ എത്ര രൂപ തരാനാണ്? കണ്ണുറക്കട്ടെ. കണ്ണു തുറക്കൂ. ഓക്കെ ഗൈസ്, ഞാൻ വളരെ കുറച്ച് മാത്രം പൈസ സ്പെൻഡ് ചെയ്തിട്ടില്ല. ഇതുവരെ സ്പെൻഡ് ചെയ്തില്ല. എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വാങ്ങിയിട്ടേ ഉള്ളൂ. ഞാനാണോ തുടങ്ങുന്നത്? ഈ തുടങ്ങിക്കോ. ഓക്കെ. എന്തൊരു ഒത്തൊരുമ. ഇത് ലേലം പിഴ തന്നെയാണ്. 200 രൂപയിലാണ് ഗൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇത്ര പെട്ടെന്ന്. അങ്ങനെയല്ല, മേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇതുവരെ 20-30 പെട്ടെന്ന് 200 അയ്യോ അല്ല, അതല്ല. ഓക്കെ, എന്തിനാ ഇതൊക്കെ?
ഓക്കെ അടുത്ത ശ്രീ. കാര്യമുണ്ട് 250. ഓക്കെ വെറുതെ കയ്യിൽ പൈസ വെച്ചോണ്ടിരുന്ന അത് വളരെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് അതേപോലെ ആ സാധനല്ലേ 200 എത്രയാണ് 50 ആയിരുന്നു. 50 കൂട്ടി 350. ഓഹോ 350 രൂപയായിട്ട് ശ്രീ ഇപ്പൊ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ ലേലം വിളി എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലാണ്. 360 ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഷാമി ഒന്ന് അടങ്ങി ഒരു പൊടിക്ക്. ചെറുതായിട്ടൊരു ഭയം. 360. ഓഹോ 365. 365. അപ്പൊ ശ്രീ ഒന്നും കൂടെ ഒന്ന് പേടിച്ചിട്ട് കുറച്ചുകൂടെ അല്ല ഈ 200 എഴുതിയാലാണ് ഓള് അതിൽ തുടങ്ങിയത്. അതിൽ തന്നെ ഞാൻ പേടിച്ചിരിക്കുന്നത്. ഓക്കെ 400 രൂപ guys. ഇതുവരെ നമ്മളുടെ എന്താ പറയാ ലേലം പോയിരുന്ന ആ ഒരു രീതി വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എമൗണ്ടിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. അതെ, ഇത് 400 രൂപ. എഴുതൂല 450. പല തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് ഇങ്ങനെ ലേലം വിളിച്ചു കഴിഞ്ഞു. 455 രൂപ guys. എന്റെ 5 ഉറുപ്പിയൊക്കെ. അതെ ഇപ്പൊ ഷാമി 485 എത്തി നിൽക്കുന്നത്. അതെ ഇനി ശ്രീന്റെ കൂടാണ്. ഇൻഡ്യൂഷൻ അത് നല്ല സാധനം ആയിരിക്കുന്ന ഒരു ഫീല് ഗൈസ്. 460. ശ്രീ എടുത്തോട്ടെ. ഇവളിങ്ങനെ പറഞ്ഞിട്ടാ നേരത്തെ എന്നെ ചാടിച്ചത്. അയ്യോ 460. ഒരു മിനിറ്റ് ഞാൻ പറയാം. 460 ശ്രീ ഇപ്പൊ നിക്കാണ്. ഷാമി ഈ ചാലഞ്ചിന്ന് ഈ ഐറ്റം വാങ്ങുന്നതിന് ലേലത്തിന്ന് ക്വിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ പറയൂ. 460. 460 ഞാൻ മുന്നോട്ട് നീങ്ങാൻ വിചാരിച്ചിരിക്കുന്നു ഗൈസ്. 465 രൂപ. ഞാൻ നല്ല സാധനമാണെങ്കിലും വേണ്ടില്ല, ചീത്ത സാധനമാണെങ്കിലും വേണ്ടില്ല. 500. പോയോ 600 രൂപ ഗൈസ്. 600 രൂപ. 600 നല്ലാണോ ചീത്തയാണോ ഒന്നും. 600 രൂപ. 610. 610. 610 ഞാൻ തന്നെ ഞെട്ടിയിരിക്കുക ഞാന്. പേടിച്ചിട്ടാ. എന്താ ചെയ്യാ? 610. ഇല്ല ഗൈസ് ഇതിന് മുകളിലേക്ക് ഞാൻ പോവണം. ഇതിവിടെ വെക്ക്. ആലോചിച്ചോ? ഞാൻ ഇതുവരെ ഒന്നും പർച്ചേസ് ചെയ്തില്ലല്ലോ. ഇല്ല ഓളും പർച്ചേസ് ചെയ്തിട്ടില്ല, ഈയും പർച്ചേസ് ചെയ്തിട്ടില്ല. ഞാൻ മാത്രം ഇവിടെ പർച്ചേസ് ചെയ്ത ഒരു പപ്സും ഹോർലിക്സും. ഞാൻ ക്വിറ്റ് ചെയ്യാണ്. ഓക്കെ 610 ശ്രീ എത്തി നിക്കാണ് ഗൈസ്. ഷാമി ക്വിറ്റ് ചെയ്യാണോ അല്ലേ? ഉറപ്പിച്ചു. ലേലം 1 തരം 2 തരം 3 തരം 610 രൂപയ്ക്ക് ഉറപ്പിച്ചിരിക്കുന്നു. 610 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അയ്യോ രമേ എനിക്ക് ബസ് വന്നപ്പോ ഞാൻ തേങ്ങ കൊടുത്തു. ഞാൻ ഇന്നുവരെ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരാത്തൊരു സാധനമാണ് ഇത്. പുറമ്പിൽ കുറെ ഉണ്ടായിരുന്നു. അതാണ് 610 രൂപയ്ക്ക് ഒരു തേങ്ങ വാങ്ങിയ കഥയാണ് കേസുകൾ കണ്ടത്. എനിക്ക് ഇതിൽ കൂടുതലൊന്നും വേണ്ട. ഞാൻ കൃതാർത്ഥയായി. 15 ശരിക്കൊരു തേങ്ങ എത്ര രൂപ ഉണ്ടാവും? 25 ഉറുപ്പിന്റെ തേങ്ങ 610 ഉറുപ്പിക്ക് ഞാൻ എടുത്തു വെക്കും. നോക്കിക്കോ അത് അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞോ ഇതിൽ എന്ത് സംഭവിച്ചവിടെ? അങ്ങനെ വെച്ചാ കൊപ്രായി പോകും. അതെ കൊപ്രയ്ക്ക് കൂടുതൽ വില കിട്ടും. വെളിച്ചെണ്ണയ്ക്ക് വില കിട്ടും. അത് കിട്ടും. വലിയ ബിസിനസ് അതെ സാധ്യതകളുണ്ട് അതില്. അത് മുൻകൂട്ടി കണ്ടു വാങ്ങിയതാന്നല്ലേ. പിന്നെ ഈ തേങ്ങന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാ മതി തേങ്ങനെ പറ്റി പറഞ്ഞു. ഇത് ബേജ് കളറാണ്. കറക്റ്റ് നല്ലൊരു ബേജ് നല്ല തേങ്ങ. റൗണ്ട് ഷേപ്പിലാണ്. നല്ല തേങ്ങ. അപ്പൊ ഇതിനത്ര ബോത്ത് വരും. 610 രൂപ വരും. ഞാൻ എന്തൊക്കെയോ പറഞ്ഞപ്പോ നിങ്ങളൊന്ന് വീണു ലൈല്. ഗോൾഡ് പ്ലേറ്റഡ് ആണോ? ഗോൾഡ് 18 കാരറ്റ് എന്തോ ഇതില് വെച്ചിട്ടുണ്ട്. 610 തന്നോളൂ. മറന്നു. എനിക്ക് അങ്ങോട്ട് പോയ പൈസ ഞാൻ തിരിച്ചു. ഇപ്പൊ 2000 കൂടി ഉള്ള തിരിച്ചു. അതിപ്പോ കിട്ടി. അയ്യോ തേങ്ങ വീഴ്ത്തല്ലേ? അവിടെ വെക്ക്. ഇവളെ കുഴിച്ചടിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ലേലം വിളിക്കുന്നു പറഞ്ഞ് ഞാൻ വല്ലതും ഡിസ്കൗണ്ട് ഉണ്ടോ? ഒരു 10 രൂപ. ആ 10 രൂപയ്ക്ക് പിന്നെ ഗൂഗിൾ പേ ചെയ്ത് ഗൂഗിൾ പേ. ഓക്കെ അങ്ങനെ 600 രൂപ ഒരു തേങ്ങ വിറ്റ്. 610 രൂപ ഞാൻ തേങ്ങ വിറ്റ് നേടിയിരിക്കുകയാണ്. എനിക്ക് അപ്പുറത്തേക്ക് ഇനി ഒന്നും വേണ്ട. അല്ലെങ്കിൽ ഒരു ബ്രഷ് ഞാൻ 10-700 രൂപ വാങ്ങാൻ നാണക്കേട്. ഇതിന്റെ കൂടെ തേങ്ങ കൊടുക്കി ഇപ്പൊ ശ്രീ കൂടി വന്നപ്പോ ഞാനും കൂടെ ഗ്രൂപ്പിലായപ്പോ ഇപ്പൊ ടാലി. ഓക്കെ ലേലം വെക്കാൻ പോകുന്നത് ഞാനാണ്. ഓക്കെ റെഡി? ഓ
നിങ്ങൾ രണ്ടുപേരും കണ്ടറിഞ്ഞോളൂ. Okay. പൈസയൊക്കെ ഇല്ലേ? അത്യാവശ്യം പൈസ ഇപ്പൊ ഇഷ്ടംപോലെ ഉള്ളതെന്ന് കൂടുതലായി. ഞാൻ എണ്ണിയോക്കട്ടെ. ഇന്റത് അത്യാവശ്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. തേങ്ങ വാങ്ങിയിട്ട് ബാക്കി എത്ര ഉണ്ട്? അത് ഇടക്കിടക്ക് ഇങ്ങനെ പറയണമെന്നില്ല. 1500 രൂപയല്ലേ? 1500. എത്ര അല്ല എന്തായാലും കണക്കൂട്ടിയല്ലേ പറഞ്ഞോളൂ. ഞാൻ കാൽക്കുലേറ്റർ എടുക്കും. ആണല്ലേ 2100 രൂപയായിരിക്കും കൈസിന്റെ കയ്യിലുള്ളത്. അപ്പൊ ഓക്കെ. അപ്പൊ ഈ ലേലവിളിക്ക് എന്തായാലും പങ്കെടുക്കാം. ഈ 2100-ന് 10 റുപ്യ തേങ്ങ വാങ്ങിയത് അതങ്ങോട്ട് കൊടുക്കാനുണ്ട്. പിന്നെ 35 രൂപ പഫ്സിന്റെ ബാക്കി പൈസ അങ്ങോട്ട് തരാം. ഞാൻ 200 കൊടുത്തത്. എന്റെ അടുത്ത് ഇപ്പൊ ആകെ ടോട്ടൽ ഉള്ളത് 2750 രൂപയാട്ടോ. 2750 രൂപയുണ്ട്. 500 രൂപ വർത്ത് വരുന്ന ഒരു ഹോർലിക്സ് ഉണ്ട്. ഒരു പഫ്സ് 15 റുപ്യന്റെ വയറ്റില്. അത് ഞാൻ തിന്നു കഴിഞ്ഞു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കൊണ്ടുവച്ച ഈ ഒരു ലക്ഷറി സാധനത്തിന് നിങ്ങൾ എത്ര രൂപ എനിക്ക് തരും? ശ്രീ തുടങ്ങിക്കോ. 100. 100 അല്ലേ? 100 രൂപയ്ക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. എന്നാ പിന്നെ ഒരു 150 പോവാ. 150. ഒന്നും പോയാ പോരാ. അത് അത്രേ ഉള്ളൂ. ഞങ്ങൾ അത്രയ്ക്ക് വാങ്ങിയിരിക്കും. അത് വേറെ കാര്യം. 200 രൂപ. നല്ല നല്ല മൂവ്മെന്റ് ആണ്. ഓക്കെ. ഞാൻ ആ പറഞ്ഞിട്ട് ആ 500 രൂപയുടെ സാധനം 100 സംതിങ് രൂപ തന്നോ? തന്നല്ലേ ഞാൻ വാങ്ങി. തന്നെന്ന് പറയാൻ പാടില്ല. ഞാൻ വാങ്ങി. ഓക്കെ. ശ്രീ എത്രയായിരുന്നു? 200 200 അല്ലേ? കയ്യിൽ പൈസ വെച്ചിരിക്കാതെ അങ്ങോട്ട് ചെലവാക്കി. 270. 270. ആ ഓക്കെ. 270. 300. വെരി ഗുഡ് ശ്രീ, വെരി ഗുഡ്. 305. 305. 305. നമ്മൾ തളരാൻ പാടില്ല. ഓള് തളർന്നു ഓൾറെഡി. ഇനി തളരാനൊന്നും ഇല്ല. 310 എത്ര മതി? 310. എന്തിനെത്ര 400 തുടങ്ങാനൊരു ത്വര? ഞാൻ ലക്ഷറി സാധനമാണ് സെല് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഞാൻ ഇവിടെ പറഞ്ഞു. എന്താ പറഞ്ഞിട്ട് ലക്ഷറി സാധനം അവിടെ കൊണ്ട് വെച്ചിട്ടല്ലേ ഇരിക്കുന്നത്? ഒരു സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് ഒരു മനസ്സിലായി. എന്റെ മുഖത്തുനിന്ന് ഞങ്ങളൊന്ന് വായിച്ചെടുക്കും. നീ വിചാരിക്കണ്ട. ഇൻഡ്യൂഷൻസ് വെച്ചിട്ടേ ഇപ്പൊ ഇവിടെ നടക്കുള്ളൂ. 370. 370. നിങ്ങൾ 300 പോകുന്നില്ല. ഓക്കെ. അടുത്ത ശ്രീ 300 പോവാം. 380. 390. 390 ഇവിടെ. 395. 395 ഇവിടെ. തളർന്നു ഞാൻ. തളരരുത് അമ്മുകുട്ടി, തളരരുത്. എന്നാ പിന്നെ ഒരു പോട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾ ഇത് വെർത്താണ്. 405. ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് തീരെ എഴുതാൻ തോന്നില്ല. 420. 420 രൂപ. നിർണായകമായ ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 420 രൂപ കൈ. എന്താ 435. 400 എത്രയായിരുന്നു പറയുന്നത്? 35. 435. 495. പിന്നെ മുകളിൽ വെക്ക്. ഉണ്ടോ? 495. അതെ. തേങ്ങ 610 വാങ്ങാന്നുണ്ടെങ്കിൽ എന്റെ ഈ ഐറ്റം 2000 രൂപയ്ക്ക് വരെ വാങ്ങാം. 500 രൂപ. ശ്രീ ഇപ്പോഴും ഇനി ഞാൻ ചിന്തിക്കണം. ഇനി ഞാൻ ചിന്തിച്ചിട്ടേ ബാക്കി തീരുമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് കൊണ്ടുവച്ച പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. എന്തായിരുന്നു? എനിക്ക് കുറച്ച് ലക്ഷറി മൈൻഡ് ആണ് ഇപ്പോ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സാധനങ്ങളെ ഞാൻ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ എഴുതിയിട്ടല്ലോ, കാണിച്ചില്ലല്ലോ. ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കില്ലേ? ഓക്കെ. പോയാ പോട്ടെ, അല്ലെങ്കിൽ ഒരു ലക്ഷറി സാധനം. 505. ഞാൻ ക്വിറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ക്വിറ്റ് ചെയ്തു. ഉറപ്പിച്ച്. ശരിക്കും ഞാൻ ഈ തേങ്ങ വെച്ചിരുന്നു. വരുന്ന വഴിക്ക് വെച്ച് മറക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പോയിക്കോ. ഇനി ഇതിനെക്കൂട്ടി മോളിൽ എനിക്ക് ചെലവാക്കാം. ക്വിറ്റ് ചെയ്തു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ഓക്കെ, റെഡി? 505 തരാം. 505 2 തരാം. പോട്ടെ. 505 3 തരാം. 3 തരാം. എനിക്ക് എന്തായാലും റിഗ്രറ്റ് ഇല്ല. 1500 വർത്ത് വരുന്ന ഒരു പ്രൊഡക്റ്റ്. 1500 രൂപ.
സാരില്ല. ഇത് കണ്ടോ ആ ഷുഗറിന്റെ എന്താ പറയാ കാജല്, ഇത് ലിപ്സ്റ്റിക് ഷാമി. ലിപ്സ്റ്റിക് അല്ലേ? 30 അല്ല SPF 50 ലിപ് ട്രീറ്റ്മെന്റ് ആണ്. ഞാൻ വിചാരിച്ചത് ബാഗ് മാത്രമാണ് കേട്ടോ. ഇതെന്താ? അത് ബ്ലഷ് ആണെന്ന് തോന്നുന്നു. തേങ്ങ എനിക്കൊരു ബ്ലഷ് ഇല്ലായിരുന്നു. നല്ല ബ്ലഷ്. ഇതെന്താ ഐഷാഡോ? ആ ഹൈലൈറ്റർ ഇതാ. പിന്നെ നെയിൽ പോളിഷ് ഞാനൊരു ഷുഗറിന്റെ ഗിഫ്റ്റ് ആണ് വാങ്ങിയത്. ബാഗ് ഉണ്ട്, അതിൽ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ടോട്ടൽ ഇതിന് വേർത്ത് വരുന്ന 1500 രൂപയാണ്. 505 രൂപയ്ക്ക് വാങ്ങിയതിന് താങ്ക് യു. ഇതാ ഗൈസ്, എനിക്ക് ഇത്രയും സംഭവങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ കൂട്ടത്തില് ഒരു ബാഗും ഉണ്ട് കേട്ടോ. ഇത്തവണ വളരെ ആത്മാർത്ഥതയോട് കൂടിയായിരുന്നു ഗൈസ് ഞാൻ 2 പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തോണ്ടിരുന്നത്. എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാതെ. എനിക്ക് പൊതുവെ ഇങ്ങനെ പറ്റാറില്ല. മൊത്തം ലാഭം, പൈസയും കിട്ടി, സാധനം കിട്ടി, ഒക്കെ കിട്ടി. ഇതാ ഗൈസ് പൈസ അതുപോലെ തന്നെ ഉണ്ട്. 5 രൂപ GPay ചെയ്യാം. ഓക്കെ അല്ലേ? 995 രൂപ നഷ്ടം. 1500 രൂപ വാങ്ങിയ സാധനം ഞാൻ 500 രൂപയ്ക്ക് ശ്രീ കുറച്ചും കൂടെ ലേലം വിളിച്ച് പോയെങ്കിൽ ഇവക്ക് ഇത്ര നഷ്ടം വരില്ലേ? അത് സംഭവം അത് ശരിയല്ലേ? ഇത് നോക്ക് ഗൈസ്, 1500 2000 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ പ്രൊഡക്ട്സ് എനിക്ക് എന്നിട്ട് വിറ്റിട്ട് കിട്ടിയത് 600-650 രൂപ. ഇതില് ഞാൻ 30 രൂപ അങ്ങോട്ട് തന്ന്. നേരത്തെ തന്നില്ലേ? തന്നു. ഇപ്പൊ ടോട്ടൽ എത്ര ഉണ്ട്? എനിക്ക് 620 രൂപ. പക്ഷെ ഈ വരുന്ന സാധനങ്ങൾക്കൊക്കെ അത് മതിയോ എന്നാണ് എനിക്കൊരു സംശയം. ഞാൻ ഒന്നും വാങ്ങിയില്ല. ഇവിടെ ദൂരെ ഒന്നും വാങ്ങില്ല, കയ്യിൽ പോയിട്ടേ ഉള്ളൂ. അതല്ല, എനിക്ക് ഓള് തന്ന ഞാൻ വിറ്റ് എന്റെ 2 സാധനങ്ങൾ 2000 രൂപയ്ക്ക് വിറ്റിട്ട് എന്റെ കയ്യിലുള്ള 620 രൂപ. 2000 രൂപയ്ക്കുള്ള സാധനം ഞാൻ വാങ്ങിയിട്ട് വിറ്റത് 620 രൂപ. ആ നഷ്ടത്തിനെ പറ്റിയാണ് ഓള് കോര പറയുന്നത്. മൊത്തത്തില് തേങ്ങ പോലും ഇത്ര നഷ്ടം പറ്റിയിട്ടില്ല. ഈ ബാഗിന് നമ്മൾ കാണിക്കാൻ മറന്നു പോയിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളിൽ അതെ, സാധനങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി. അത് പറിച്ചു ഒന്നാകെ പറിച്ചെടുക്കല്ലേ. ബാഗ് ഉണ്ട് ഗൈസ്, പിന്നെ ഒരുപാട് മേക്കപ്പ് സാധനങ്ങൾ. സന്തോഷം. വളരെ ആദായ വിൽപ്പന. 505 രൂപയ്ക്കാണ് ഗൈസ് ഞാൻ ഇത് ഈ മൊത്തത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. 1500 രൂപ സാധനം. കണ്ടോളൂ, സാധനം ഞാനിത് ഈ ബോക്സിനുള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിന്റെ മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇനി സാധനം വാങ്ങാനുള്ള അവസാന ചാൻസ് ആണത്. ഇന്റെ അടുത്ത് ഇപ്പൊ നേരത്തെ പോയി 500 രൂപ കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു 2200 ആ ഒരു റേഞ്ചിലായിരിക്കും പ്രൈസ് ഉണ്ടാവുക. അത് ഫുൾ യൂട്ടിലൈസ് ചെയ്തിട്ട് വേണം ഞാൻ വാങ്ങിക്കാൻ. എന്റെ കയ്യിൽ ഫുള്ള് പൈസ ബാക്കിയുണ്ട്. 2500 ഉണ്ട്, 600 ഞാൻ തന്ന പൈസയും 5 തന്ന പൈസയുണ്ട്. അപ്പൊ 600 സംതിങ് മെയിൻ വേറെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ സാധനം എത്ര രൂപയ്ക്ക് വരെ നിങ്ങൾക്ക് മേടിക്കാന്നുള്ളത്. ആരാ തുടങ്ങുന്നത്? ഞാൻ 300 രൂപയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇത് പിന്നെ അവസാന ചാൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു കുറച്ചൊന്ന് പിടിച്ചു വെച്ച് ചെയ്യാന്നാണ്. അതെ, അല്ല റിസ്കി ആക്കിട്ട് പോവാന്ന്. റിസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 500 രൂപ. 500 രൂപയിൽ നിൽക്കുന്നു. ഷാമി 700 രൂപ. 700 രൂപ. 200 രൂപ ഞാൻ കൂട്ടി. 700 പോരട്ടെ. 705 രൂപ. 710 രൂപ. എന്റെ റിച്ച് അല്ലേ? 720 രൂപ. 750 രൂപ. 750 രൂപ. ഓക്കെ, 750 800 800 രൂപ. 800 രൂപ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് മനസ്സിലാവില്ല. ഞാൻ ഒറ്റയടിക്ക് ആ ഒരു കയറ്റം കണ്ടപ്പോ ഞാൻ അതിലങ്ങോട്ട് ത്രിൽഡ് ആയി പോയതാണ്. 800 രൂപ. ഞാനാകെ ഞെട്ടിപ്പോയി. ഭഗവാനെ, ഇതിപ്പോ എന്താ ഉണ്ടായത്? 800 രൂപയ്ക്ക് വർത്തല്ലേ സാധനം? 800 രൂപയ്ക്ക് എന്തായാലും ഞാൻ റിസ്കിലാണ്. ഞാൻ ഏതായാലും ഒന്നും വാങ്ങിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ 810 രൂപ. കുറച്ച് കൂട്ടിട്ടൂടെ? 810 ആവാൻ നിൽക്കണം. ഞാൻ വിചാരിച്ചു നമ്മള് 900 പോയി എഴുതുന്നു. 810 രൂപയാക്കി പോയില്ലേ? അങ്ങനെ 950 രൂപ.
950 രൂപ ഞാൻ വിട്ടു കൊടുക്കൂല ഗൈസ്. ഇത് സംഭവം ഇത് അഞ്ചിക്ക് വേണം എന്ന ദൃഢനിശ്ചയത്തോടെ അഞ്ചിയും വിട്ടുകൊടുക്കൂല എന്ന് വിചാരിച്ച് ഷാമിയെ മുന്നേറിക്കൊണ്ട് പോരട്ടെ. അയ്യോ, വളരെ വാശിയേറിയ പോരാട്ടമാണ് ഗൈസ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇതുവരെ ആരും കടക്കാത്ത അത്ര ഞാൻ കടന്നിരിക്കുന്നു. I quit. I quit. ഇവിടെ 1000 രൂപയ്ക്ക് അത് വാങ്ങിക്കോട്ടെ, എന്ത് സാധനം കുഴപ്പമില്ല. 1000 അല്ലേ? 1000 രൂപ ക്വിറ്റ് ചെയ്തോ? ഞാൻ കിറ്റ് ചെയ്തു ഗൈസ്. കാര്യം എന്താണെന്നറിയോ, ഇന്റെ അടുത്ത് ഞാൻ സാധനങ്ങൾ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു. സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പൈസ ഇന്റെ അടുത്തുണ്ട്. ഇനിയിപ്പൊ എനിക്ക് ഓപ്ഷനും ഇല്ല, പക്ഷെ സാധനങ്ങളും ആയി, പൈസയായി. ഇനി ഇവള് വാങ്ങിക്കോട്ടെ. അനക്കെല്ലാം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഒന്നും വാങ്ങിയില്ല. കുഴപ്പമില്ല, ഞാൻ ഒന്നും വാങ്ങിയില്ലല്ലോ. അത് 1000 രൂപയ്ക്ക് ശ്രീ വെച്ച സാധനം എന്താണോ അത് ഞാൻ പർച്ചേസ് ചെയ്യാൻ. ഓക്കെ, അത് 1000 രൂപ ഒരു തരം, 2 തരം, 3 തരം 1000 രൂപ ഫൈനലൈസ് ചെയ്തിരിക്കുന്ന ഗൈസ്. അപ്പൊ നമുക്ക് സാധനം എടുക്കാം. എന്തോ ആണോ? അല്ലല്ല, കാര്യമായിട്ട് എന്തോ ഉണ്ട്. 1000 രൂപയ്ക്ക് 879 രൂപേന്റെ ഒരു ഫെറോറോ റോഷറിന്റെ ബോക്സ് ആണ് ഗൈസ് ഷാമി വാങ്ങിയിരിക്കുന്നത്. അല്ലല്ല, 130 രൂപ. മറ്റേത് വെച്ച് നോക്കുമ്പോ ഇത് അത്ര അല്ല അത് ശരിയാ. ശരിയാ. അത് ഞാൻ ഇനിയും കയറ്റി പോയി ഇനിയും കയറും എനിക്ക്. അത് ഞാൻ ഇനി ശാലയത്തിലെത്തി നിർത്തി. ആ പോയിന്റിൽ ഈ ക്വിറ്റ് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ നമ്മള് വിചാരിച്ചില്ല. ഇല്ല, അത് വിചാരിച്ചില്ല. Guys, hazelnut and milk chocolate. Ferrero covered wafer biscuit with a hazelnut filling and something. ഇത് കഞ്ഞിക്കില്ലേ പറയാ, റിച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീല്. ഇതിലെ 800 സംതിങ്ങിന് സാധനം ഞാൻ 1000 രൂപ കൊടുത്ത് വാങ്ങി. എനിക്ക് അത്ര വലിയ വിഷമൊന്നുമില്ല. തേങ്ങ പോലെ ഇതല്ലല്ലോ ഇത്. തേങ്ങ പോലെയല്ല, മറ്റേ രണ്ട് സാധനം പോയ നഷ്ടം പോലെയല്ല. അല്ല, അങ്ങനെ കുത്തല്ലേ? 1000 രൂപ കറക്റ്റ് കണക്കാണ്. ഇനി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, കറക്റ്റ് കണക്ക്. അങ്ങനെ എന്റെ ഇതിലുള്ള ആ ഒരു റോള് കഴിഞ്ഞു കഴിച്ച് ഇനി ഞാനാണ് ഇവർക്ക് സംഭവം ഗിഫ്റ്റ് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു ഫെറോറോ റോഷർ തിന്നട്ടെ. പഫ്സ് ഞാൻ തിന്നല്ലേ, അതുപോലെ അടക്കം തിന്നാം. നല്ല സ്മെല്ല്. ഗോൾഡൻ കളറാ. ആശ്വാസത്തിന് വേണ്ടി ഞാൻ ഓരോന്ന് പറയുന്നതേ. ഇതിന് എന്തോ ഒരു വ്യത്യാസം തോന്നുന്നു. കുറച്ചുകൂടെ റിച്ച്നെസ് ഉണ്ട്. കുറച്ചുകൂടെ റിച്ച്നെസ് ഇല്ലേ? 1000 കൊടുത്താലും കുഴപ്പമില്ല അല്ലേ? ഫെറോറോ റോഷർ തന്നെ. ഒറിജിനൽ സൈനിന്റെ കയ്യിലായിരിക്കുന്നത്. ഓക്കെ, കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ഏറ്റവും ലാസ്റ്റത്തെ റൗണ്ട് ആണിത്. അതെ, ഈ പൈസ മൊത്തം ഇതിൽ തീർക്കണം. അതെ, അങ്ങനെ വേണമെങ്കിൽ ചെയ്താൽ മതി. കണ്ണുറങ്ങട്ടെ. കണ്ണുറന്നോ. ഓക്കെ, അപ്പൊ ഞാനിവിടെ എന്റെ ഒരു ഐറ്റം വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ എത്ര രൂപ തരുന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഞാൻ തുടങ്ങല്ലേ? തുടങ്ങിയോ? 500 രൂപ. അതെനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ 300 ഇവിടെ എഴുതുന്നാണ് വിചാരിച്ചത്. പക്ഷെ 500 രൂപയിലാണ് തുടങ്ങിയിട്ടുള്ളത്. ഞാൻ തുടങ്ങിയത് 600 രൂപ. എത്ര? 600. വെരി ഗുഡ് സ്റ്റാർട്ട് ആണ് ഗൈസ്. അടിപൊളി, നല്ല രീതിക്ക് പോകുന്നില്ലേ? പോട്ടെ. 650 രൂപ. ലെവലിലോട്ടെത്തി 50 5 ആവാനായി. 700 രൂപ. 700 രൂപ എന്റെ കയ്യിൽ ഇപ്പൊ നേരത്തെ 1000 പൈസ ഉണ്ട്. 500 മറ്റേത് കിട്ടിയത് അത് എല്ലാം കൂടെ ഉണ്ട്. 700 ആണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത്. 700 അത് വേർത്താണോ സാധനം? പക്കാ വർത്താണ് ഗൈസ്. അതാ പിന്നെ അങ്ങനെ തേങ്ങയ്ക്ക് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. കിട്ടിയാൽ നിങ്ങൾക്ക് എന്തായാലും ശ്രീക്ക് എന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാം ഞാൻ തേങ്ങയിൽ ഒതുക്കുന്നു വിചാരിക്കുന്നു. കിട്ടിയ ഉപകാരപ്പെടും. കറിയൊക്കെ വെക്കാം. ഞാൻ സത്യം പറഞ്ഞിട്ടുള്ളൂ, ഞാൻ സത്യം അല്ലാതെ ഒന്നും പറഞ്ഞില്ല. 750 രൂപ ഗൈസ്. 750. 800. പോട്ടെ. സാധനം ഞാൻ വാങ്ങും. 850 ഗൈസ്. 900. 1000 രൂപ. 1000 രൂപയാണ് ഗൈസ്. ഇത് കടത്തി വെട്ടാൻ ധൈര്യമുള്ളവർക്ക് കടത്തി വെട്ടാം. വെട്ടു പ്ലീസ്. 1100. 1100. ഇവിടെ കയ്യിലുള്ള മൊത്തം പൈസ ഇടാനാണ് പോകുന്നത് എനിക്ക് തോന്നുന്നത്. 1200. എഫേർട്ട് മാറ്റേഴ്സ്. ട്രൈ ചെയ്യൂ. 1000. അല്ല, ഞാൻ നല്ലോണല്ലേ പറഞ്ഞത്. 400. 1400 രൂപ. 1400. അതെന്താണെങ്കിലും എനിക്ക് വേണം. 1400. അങ്ങനെയായി.
അതിനിപ്പോ എന്ത് സാധനം ആയിക്കോട്ടെ, ഞാൻ തേങ്ങയുടെ കാര്യത്തിന് പറഞ്ഞ പോലെ തന്നെ പറയാം. അത് നല്ല സാധനമാണെങ്കിലും മോശം സാധനമാണെങ്കിലും അത്രേ ഉള്ളൂ. ഞാൻ സഹിച്ചു. 1400 കിട്ടിയതാ അപ്പൊ ഒരു ടെൻഷൻ. 1600 രൂപ ഗൈസ്. 1600. 1700. നിന്റെ ദൈവമേ, ഈ ചരിത്രത്തിൽ എഴുതപ്പെടേണ്ടതാ അതൊക്കെ. 1800 ഗൈസ്. 2 സാധനങ്ങളായിട്ട് ഞാൻ ഇവിടെ ഈ ചാലഞ്ച് ഞാൻ പോകും. 1800. ഒന്നെങ്കിൽ ശ്രീക്ക് 2 സാധനമായിട്ട് പോവാ, അല്ലെങ്കിൽ ഷാമിക്ക് 2 സാധനമായിട്ട് പോവാ. 1800. 1900. 1900 രൂപയെ ഗൈസ്. അവരവരുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് അറിയാലോ അല്ലേ? അതിനുള്ളതില്ലേ? ഓക്കെ, 1900. അടുത്ത പറഞ്ഞേ, കമോൺ. 1900 അല്ലേ? 1900 അത്ര മാത്രം ബോധത്തായിട്ടുള്ള സാധനം ഇപ്പൊ എന്താ ഉള്ളത്? എന്തൊക്കെ സാധനങ്ങളുണ്ട്? 1900 ബോധത്തായിട്ടുള്ള ഒരു സാധനം ഒന്നും 5 വാങ്ങിണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് ആ സാധനം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ പൈസ എടുത്തത് വാങ്ങും ചെയ്യാം. അതെ, ചിലപ്പോ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം ആണെങ്കിലോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഞാനിത് ക്വിറ്റ് ചെയ്യാണ് ഗൈസ്. എനിക്ക് അത് എന്താ കഴിയും. ആരാണെങ്കിലും കരഞ്ഞു മുഴുകാനുള്ളതാ, എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് ഏകദേശം കാര്യങ്ങളും പോക്കിക്ക് ഏകദേശം മനസ്സിലായി. കിറ്റുകയാണെങ്കിൽ എഴുത് ക്വിറ്റ്. Okay. ഐ ക്വിറ്റ് എഴുത്. അപ്പൊ 1900 രൂപ 1 തരം, 2 തരം, 3 തരം. ഒന്ന് കാണിച്ചു തരാ. ബ്ലൂടൂത്ത് സ്പീക്കർ ആണ്. അതിന് 1500 രൂപയാണ്. എനിക്ക് 400 രൂപ ലാഭമാണ്. എനിക്ക് ഇഷ്ടമായി. പോലെ തന്നെ ഒരു ഷേപ്പിലുള്ള ഒരു സാധനം. സ്പീക്കർ ഇതേനെ വീട്ടിലേക്ക് വന്നു. ഈ സാധനം മാമിക്ക് സങ്കടമൊന്നുമില്ല. സങ്കടമുണ്ട്. പക്ഷെ എന്താക്കാനാണ്? ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ നേരത്തെ 5 എക്സ്പ്രസ് ആണ് തക്കാളി എല്ലാണോ എന്നൊരു പേടി. 1900 രൂപയ്ക്ക് തക്കാളി തരുന്നു. ശ്രീന്റെ അഭിപ്രായം ഇല്ല, എനിക്ക് എന്തെങ്കിലും ഒന്ന് നല്ലതൊരു സാധനം മേടിച്ചിട്ട് ഇവിടുന്ന് പോകണമെന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പൊ എനിക്കിത് എന്തോ ഒരു ഇൻഡ്യൂഷൻ നല്ലതാവാൻ ചാൻസ് ഉണ്ട്. അതിനോട് ഞാൻ അങ്ങനെ ഇത് നമുക്ക് ജസ്റ്റ് ഓൺ ആക്കി വെക്കാലോ. ഹെലികോപ്റ്ററാ? കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു മ്യൂസിക് വെച്ചാ അമ്പാ, ശ്രീന്റെ റൂമിൽ ഒരു മിനി കുലുക്കു. സൗണ്ട് എഫക്റ്റ് കേൾക്കും. കൊള്ളാം കൊള്ളാം, അടിപൊളി. കൊള്ളാം, നല്ല സാധനം. നല്ല ക്വാളിറ്റിയുള്ള സാധനം. എനിക്ക് ഒട്ടും ഈ സാധനം ഇങ്ങനെ ഇളകുന്നത് പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. പാവ തേങ്ങേന്റെ ആ ഒരു ഇതോട് മാറി കിട്ടി, ക്ഷീണം പോയി കിട്ടി. ഒരു കയ്യിൽ സ്പീക്കർ ഒരു കയ്യിൽ അതെ, എനിക്ക് മറ്റേ വലിയ സ്പീക്കർ ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഇങ്ങനെ കൊണ്ടടക്കാൻ പറ്റൂലോ എന്നുള്ള. ഞങ്ങള് മറ്റേ കാറിന്റെ പുറകിലൊക്കെ ഇട്ട് കൊണ്ടുപോകുമ്പോ ഭയങ്കര സ്പേസ് എടുക്കുന്ന ഒരു സ്പീക്കർ ആയിരുന്നു. ഇനിയിപ്പോ ഇതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവാം. അതെ, എന്തായാലും നല്ല സാധനം ഇത്തവണ കൂടുതൽ ഭാഗ്യം എനിക്കാൻ തോന്നുന്നു. കാര്യം ഞാൻ ചെറിയ പൈസക്ക് സാധനം വാങ്ങിച്ചിട്ടുണ്ട്, വാങ്ങിയ പോലെ വലിയ പൈസക്ക് സാധനം കൊടുക്കുകയും ചെയ്തു. അതില് നഷ്ടം വന്നത് എനിക്കാണ്. അതെ, പഫ്സ് മാത്രമാണ് ആകെ ഒരു പണി കിട്ടിയത്. 120 രൂപയ്ക്ക് 500 രൂപ വെറുത്ത് വരുന്ന ഒരു ഹോർലിക്സ് വാങ്ങി. 505 രൂപയ്ക്ക് 1500 രൂപ വെറുത്ത് വരുന്ന ഒരു ഷുഗറിന്റെ ഒരു സെറ്റപ്പ് മൊത്തം വാങ്ങിച്ചു. അതെ, 2 ഷാമിന്റെ തന്നെ. ഞാൻ സെൽ ചെയ്ത പ്രൊഡക്ട്സ് ആണ്. അതെ, പിന്നെ 1500 രൂപേന്റെ ഒരു സ്പീക്കർ 1900 രൂപയ്ക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. തേങ്ങ 610 രൂപയ്ക്ക് ഞാൻ 40 റുപ്യന്റെ 25 രൂപേന്റെ തേങ്ങ 600. അതെ, പൈസ വേണോ? പൈസ തരാം. എത്രയായിരുന്നു? 1900 അല്ലേ? മൊത്തം കൂടി തരണോ? അല്ല, 2000. 1000. അല്ല, വേണ്ട, 1900. താങ്ക് യു. 2500 അതായിരുന്നു തുടങ്ങുമ്പോ കിട്ടിയത്. 2500 3500 പൈസ കുറെ കിട്ടിയ സാധനം. 4150. അതിന്റെ ജിപേയിലുള്ള എന്താ പറയാ പൈസകളും ഉണ്ടോ? 45 രൂപ പ്ലസ് ഈ എന്താ പറയാ 500ഉം 1500 2000 ബർത്ത് വരുന്ന
അതെ 2500 തുടങ്ങി 6000 രൂപേന്റെ സാധനമായിട്ടാണ് ഗൈസ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. നമ്മളിനി എണ്ണണോ? വേണ്ട, പോക്കറ്റിൽ കഴിയാവുന്ന അവസ്ഥയില്. ആ ഞാന് 40 റുപ്യന്റെ ഒരു തേങ്ങ, പിന്നെ ഒരു മിനിറ്റ്, അത് കണക്ക് പറ. ഇത് 25 റുപ്യ. 5 രൂപന്റെ തേങ്ങ 610 വാങ്ങി. അതെ 1500 രൂപേന്റെ 1500 രൂപന്റെ സ്പീക്കർ 1900 കൊടുത്തു വാങ്ങി. പക്ഷെ അത് ഓക്കെ ആയിരുന്നു. സ്പീക്കറിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. ബാക്കി എന്റെ കയ്യിൽ ഇത്രയും പൈസയാണുള്ളത്. അതൊന്ന് പറയുകയാണെങ്കിൽ 1000, 1100, 1200 രൂപ ബാക്കി എന്റെ കയ്യിലുണ്ട് ഗൈസ്. എന്റെ കയ്യിലുള്ളത് ഇന്റെ പൈസ എന്ന് പറയുന്നത് 1500. ഇനി ഞാൻ വിറ്റ പൈസ എന്ന് പറയുന്നത് 650 ഇത് ഞാൻ വിറ്റതും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു പെരേറ റോഷറും അപ്പൊ ഇതായിരുന്നു guys ഇന്നത്തെ ചാലഞ്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി വളരെ ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിരുന്നു. ഇന്നേ വരെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു വിജയം എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പൊ നല്ലൊരു ബിസിനസ് ഇവിടെ നടന്നിരിക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതൊരു ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. signing off.